അമേരിക്കയുടെ താരിഫ് ഭീഷണി നിലനിൽക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക്. ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ മോദി പങ്കെടുക്കും. ഈ മാസം 31 സെപ്റ്റംബർ 1 തീയതികളിലാണ് ഉച്ചകോടി. സുനിൽ വിവരങ്ങളുമായി. സുനിൽ, ഇപ്പോൾ ഉച്ചകോടിയിലേക്ക്, ചൈനയിൽ നടക്കുന്ന ഉച്ചകോടിയിലേക്ക് മോദി പോകുന്നതിൽ രാഷ്ട്രീയ പ്രാധാന്യം കൂടിയുണ്ട്. എന്താണ് വിശദാംശങ്ങൾ? സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ഇത്തവണത്തെ ചൈന സന്ദർശനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് ഇന്ത്യക്ക് മേൽ 50% അധിക തീരുവ ചുമത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ പ്രഖ്യാപനം നിലവിൽ വന്നിരിക്കുകയാണ്. ഇതൊക്കെ തന്നെ ഇന്ത്യൻ വിപണിയിൽ വലിയ ആശങ്ക ഉയർത്തുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ആ ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ഷാങ്ഹായ് കോർപ്പറേഷൻ ഓർഗനൈസേഷന്റെ ഉച്ചകോടിയിൽ പങ്കെടുക്കാനായി ചൈനയിലേക്ക് പോകുന്നത്. ഈ മാസം 31-നും സെപ്റ്റംബർ 1-നുമായാണ് ഈ ഒരു ഷാങ്ഹായ് കോർപ്പറേഷന്റെ ഈ ഒരു ഉച്ചകോടി നടക്കാൻ പോകുന്നത്. ഈ ഒരു ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും എന്നാണ് വരുന്ന റിപ്പോർട്ടുകൾ. ആ കൂടിക്കാഴ്ച വളരെ നിർണായകമായിരിക്കും. 7 വർഷത്തിന് ശേഷം ഇതാദ്യമായാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അന്താരാഷ്ട്ര കാലാവസ്ഥയിൽ വളരെ പ്രധാനപ്പെട്ടതായിരിക്കും ഇന്ത്യ ചൈന കൂടിക്കാഴ്ച എന്നാണ് പൊതുവെ വിലയിരുത്തപ്പെടുന്നത്. മാത്രമല്ല, ഈ ഉച്ചകോടിയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ മോദി പുടിൻ കൂടിക്കാഴ്ചയും ഈ ചൈന സന്ദർശനത്തിലുണ്ടാകും. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട കൂടിക്കാഴ്ചകൾ തന്നെയായിരിക്കും. പ്രത്യേകിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യക്ക് മേൽ തീരുവ ഭീഷണിയൊക്കെ ഉയർത്തുന്ന സാഹചര്യത്തിൽ. ശരി, സുനിലാണ് വിവരങ്ങൾ നൽകിയത്.